ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ലോകം മുഴുവനും ദുഃഖവെള്ളിയാഴ്ചയായി ആചരിക്കുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച്, ദുഃഖവെള്ളിയാഴ്ചയെക്കുറിച്ച് വിചിന്തനം ചെയ്യാം. കഴുമരങ്ങൾക്ക് സംസാരിക്കാനാവുമോ? കഴുമരങ്ങൾ സംസാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം. ഹിറ്റ്ലർ ഒരുപാട് വ്യക്തികളെ കൊന്നുകൂട്ടി. ചിലരെ ഗ്യാസ് ചേംബറിൽ അടച്ച്, ചിലരെ തൂക്കിക്കൊന്നു, ചിലരെ ഗില്ലറ്റിന് ഇരയാക്കി മാറ്റി. ക്രൂരമായ ശിക്ഷയാണ് കൊടുത്തിരുന്നത്. തടവറയിൽ നിന്നും ഒരാൾ ചാടിയാൽ ചിലപ്പോൾ 3 പേര് 10 പേര് ഇങ്ങനെ അവരെ അതിദാരുണമായി മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് വധിക്കും. കാരണം ഇനി ആരും ഇത് ചെയ്യാതിരിക്കാൻ. ഇതാ, ഒരാൾ ചാടിപ്പോയതിന് 3 പേരെ ഞറുക്കിട്ടെടുത്തു, തുറസായ സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും ആ തുറസായ സ്ഥലത്ത് നിൽക്കുന്നു. ആ കാണുന്ന ഗ്രൗണ്ടിന്റെ നടുക്ക് 3 കുരിശുകൾ നാട്ടിയിട്ടുണ്ട്, കഴുമരം നാട്ടിയിട്ടുണ്ട്. 2 പേര് പ്രായമുള്ളവരാണ്, ഒരാൾ 14 വയസ്സുള്ളൊരു ബാലനാണ്. 2 പേര് പെട്ടെന്ന് ഭാരം കൊണ്ട് പിടഞ്ഞു മരിച്ചു. എന്നാൽ 14-കാരൻ അവിടെ കിടന്ന് പിടയുകയാണ്. ജനം വലിയ വായിൽ കരയുകയാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരാൾ അലമുറയിട്ട് ചോദിച്ചു, വേർ ഈസ് ഗാഡ്? വേർ ഈസ് ഗാഡ്? ദൈവം എവിടെ? അപ്പോൾ ഒരാൾ പറഞ്ഞു, യെസ്, ഹി ഈസ് ഹാങ്ങിങ് ഓൺ ദ ഗാലോസ്. ഇതാ, അവൻ കുരിശിൽ തൂങ്ങിക്കിടക്കുകയാണ്. ദുഃഖവെള്ളിയാഴ്ച ദേവാലയത്തിൽ തന്നെ ശ്രദ്ധേയമാണ്. ആ ദുഃഖത്തിൻ്റെ അടയാളങ്ങളാണ് വിരിവിലിക്കാത്ത അൾത്താര, ശൂന്യമായ അൾത്താര. അതിൻ്റെ പിന്നിലുള്ള ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ ആ ക്രൂശിതൻ്റെ സന്ദേശം യോഹന്നാന്റെ സുവിശേഷം 3:16-17, ദൈവം തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷിക്കാനല്ല, പ്രത്യുത രക്ഷിക്കാനത്രേ. ആ കുരിശിൽ യേശുവിൻ്റെ മറ്റൊരു വചനവും കൂടി മുഴങ്ങും. മത്തായി 16:24, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്തുകൊണ്ട് അനുധാവനം ചെയ്യാൻ പറഞ്ഞ യേശു പീലാത്തോസിൻ്റെ വിധിമണ്ഡപം തുടങ്ങി കാൽവരിയുടെ വിരുമാറ് വരെ ആ കുരിശിനെ അള്ളിപ്പിടിച്ചുകൊണ്ട് ഇതാ ഒടുവിൽ ആ കുരിശിൽ അവിടുന്ന് തൂങ്ങി മരിക്കുകയാണ്. എന്താണ് കുരിശ്? കുരിശിന് ഒരു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആസ്പെക്റ്റ് ഉണ്ട്. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും അടയാളമാണ് കുരിശ്. കുരിശ് യേശുവിൻ്റെ ഭാഷയിൽ നിലത്തു വീഴുന്ന ഗോതമ്പ് മണിയുടെ നൂറുമേനിയാണ്. കുരിശ് നന്മയിലേക്കുള്ള ഇടദൂരമാണ്. കുരിശ് ഒരമ്മയുടെ ഈറ്റുനോവാണ്. കുരിശ് സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന പുല്ലാങ്കുഴലിൻ്റെ 7 മുറിവുകളാണ്. കുരിശ് അനുരഞ്ജനത്തിൻ്റെ അടയാളമാണ്. ഫോൾട്ടൻജേഷ്യൻ ഇങ്ങനെ എഴുതി, ക്രൂസിഫിക്സ് ഈസ് ദി ഓട്ടോബയോഗ്രഫി ഓഫ് മൈ ലൈഫ്. യേശുവേ നിൻ ക്രൂശൻ ജീവിത ഗ്രന്ഥം, കാരിരുമ്പാണിയാൽ എഴുതിയ ഗ്രന്ഥം, പൂമേനി താളായി രുധിരം മഷിയായി കാൺമു ഞാൻ. ഇനിയും കുരിശിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ഓർമ്മയാണ്. കുരിശൊരു തീർത്ഥയാത്രയാണ്, അനുരഞ്ജനത്തിൻ്റെ അടയാളമാണ്, ഉയർപ്പിലേക്കുള്ള യാത്രയാണ്. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 3 അക്ഷരമാണ് നമ്മുടെ ജീവിതം: ജനനം, ജീവിതം, സഹനം, മരണം, ഉദ്ധാനം. കുരിശെന്ന് പറയുന്നത് 3 അക്ഷരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതമാണ്. കുരിശിന് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള, സർഗാത്മകമായിട്ടുള്ളതും നിഷേധാത്മകമായിട്ടുള്ള ആസ്പെക്റ്റ് ഉണ്ട്. നമുക്ക് ഗ്രീക്കുകാർക്ക് അത് ഭോഷത്വമാണ്, യഹൂദന്മാർക്ക് അത് ഇടർച്ചയാണ്, ക്രിസ്ത്യാനികൾക്ക് രക്ഷയുടെ അടയാളമാണ്. പല രീതിയിലാണ് കുരിശ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ചില കുരിശുകൾ രോഗമാകാം, പട്ടിണിയാകാം, ദാരിദ്ര്യമാകാം, അത് നിപ്പ വൈറസാകാം, കോവിഡാകാം, പ്രളയമാകാം, ഭൂകമ്പമാവാം, അത് ആത്മഹത്യയാകാം, അത് കൊലപാതകമാകാം. ഇങ്ങനെ പല രീതിയിലാണ് ഈ കുരിശ്, സഹനം, വേദന നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു. ചിലത് ഉണ്ടാക്കി വയ്ക്കുന്ന കാര്യമുണ്ട്. പ്രമേഹമുള്ള വ്യക്തിയാണ്, കൊളസ്ട്രോളുള്ള വ്യക്തിയാണ്,
നെയ്മയുള്ള കഴിക്കരുത്, അല്ലെങ്കിൽ പഞ്ചസാര തിന്നെന്ന് പറഞ്ഞും വാരിക്കോരി തിന്നാലോ അവൻ രോഗിയായിട്ട് മാറും. അവൻ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് കുരിശ്. മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടും മദ്യപിച്ച് അവൻ്റെ കരൾ പോയി, അവൻ്റെ വൃക്ക പോയി, ക്രിയാറ്റിൻ കൂടി വരുത്തി വയ്ക്കുന്നതാണ്. വരുത്തി വെച്ച കുരിശുകൾ ഉൽപ്പത്തി തുടങ്ങിയുണ്ട്. നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്, ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ മരിക്കും. പറുദീസയായിരുന്നു, ബന്ധമുണ്ടായി, ബന്ധം പോകാൻ കാരണം എന്താണ്? മരണം ഉണ്ടാകാൻ കാരണം എന്താണ്? എക്കോളജിക്കൽ ചേഞ്ച് ഉണ്ടാകാൻ കാരണം എന്താണ്? അതായത് ദൈവത്തോട് സഹകരിച്ചില്ല, കുരിശ് അവനെ ഏറ്റുവാങ്ങിയതാണ്. ആദ്യത്തെ കൊലപാതകത്തിനും ഇന്നോളം നടക്കുന്ന കൊലപാതകത്തിനും കാരണം അതുതന്നെയാണ്. പ്രളയമുണ്ടാവാൻ കാരണം, സോദോം ഗൊമോറ നശിക്കാൻ കാരണം, ദാവീദും സാംസനും പതറിപ്പോകാൻ കാരണം, ദൂർദപുത്രൻ പടിയിറങ്ങി പന്നിക്കുഴിയിലെത്താൻ കാരണം അവനുണ്ടാക്കിയ കുരിശാണ്. ഇനി ദൈവം അനുവദിക്കുന്നുണ്ട്. ബൈബിളിലേക്ക് പോകുമ്പോൾ ദൈവം അനുവദിക്കുന്ന കുരിശുകൾ നമുക്ക് കാണാൻ സാധിക്കും. ജോസഫിൻ്റെ ചരിത്രം നോക്കി. അവന് സ്വപ്നം ഉണ്ടാകുന്നതും വർണ്ണക്കുപ്പായം കൊടുക്കുന്നതും അവനോട് അസൂയ തോന്നുന്നതും അവനെ 20 വെള്ളി നാണയത്തിന് വിൽക്കുന്നതും പൊട്ടക്കണ്ടിലിടുന്നതും പൊക്കിയെടുക്കുന്നതും അടിമകൾക്ക് വെക്കുന്നതും ഫറവോൻ്റെ കൊട്ടാരത്തിൽ സംശയമുണ്ടാകുന്നതും പിന്നെ ജയിലിൽ കിടക്കുമ്പോൾ പാചകക്കാരനും ബേക്കറിക്കാരനും സ്വപ്നം ഉണ്ടാകുന്നതും അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും ഫറവോയുടെ സ്വപ്നം, ആ 7ൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തത് എന്തിനാ? റോമാലേഖനം 8:28 ദൈവത്തിൻ്റെ സ്നേഹം അനുസരിച്ച് പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവർക്കെല്ലാം നല്ലതിനായി പരിണമിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ജോസഫ് അതാ പറഞ്ഞു, ഇതെല്ലാം ദൈവമാണ് ഒരുക്കിയത്. ദൈവമാണ് ഒരുക്കിയതെന്ന് പറയുന്നത് അതാണ്. ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരങ്ങൾ. ജോബിൻ്റെ ചരിത്രം നോക്ക്. ജോബിന് തീർച്ചയായിട്ടും മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്ത് നഷ്ടപ്പെട്ടു, ഒടുവിൽ അദ്ദേഹത്തിന് ഇന്നത്തെ ക്യാൻസറാണ് ഉണ്ടായത്. എന്നിട്ട് അദ്ദേഹം എടുത്തത് എങ്ങനെയാണ്? ദൈവം തന്നു, ദൈവം എടുത്തു. നഗ്നനായിട്ടാണ് വന്നത്, ഞാനൊന്നും കൊണ്ടുവന്നില്ല. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ ഒരാളാണ് ആ മനുഷ്യൻ. ഇനിയും നമ്മൾ ബൈബിളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തോബിത്തിൻ്റെ ചരിത്രം. വലിയ തോബിത്തും കൊച്ചു തോബിത്തും. വലിയ തോബിത്തിൻ്റെ കാഴ്ച പോയത് ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ? ആ കാഴ്ച പോയപ്പോഴാണ് മകൻ ഉത്തരവാദിയായത്. അപ്പോഴാണ് സ്വർഗം തുറന്ന് റാഫേൽ മാലാഖ വിടുന്നതും റഘുവേലിൻ്റെ വീട്ടിൽ ചെല്ലുന്നതും. അപ്പം അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് കാഴ്ച പോയതുകൊണ്ട് കാഴ്ച പോയെങ്കിലും ഉൾക്കാഴ്ച ഉണ്ടായി, മകന് ഉത്തരവാദിത്വം ഉണ്ടായി, വിവാഹ തടസ്സമുള്ള അവളുടെ വിവാഹ തടസ്സം മാറി, നല്ലൊരു കുടുംബജീവൻ നയിച്ച അവസാനം അയാൾക്കെല്ലാം കാഴ്ച ലഭിക്കുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം നന്മയ്ക്കായി, ദൈവമേ നിൻ പദ്ധതികൾ എല്ലാം നിന്നുടെ നന്മയ്ക്കായി എന്നുള്ള ആ മനോഹരമായ പാട്ട് നമ്മുടെ മനസ്സിൽ വരുന്നത് ഉചിതമായിരിക്കും. ഇനി ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ കുരിശിനെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റുന്ന വിധം നമുക്ക് ക്രോസ് എന്നുള്ള വാക്കെടുത്തിട്ട് ഇംഗ്ലീഷിലൊന്ന് മനസ്സിലാക്കിയാൽ മതി. CROSS. എന്താണ് ഈ ക്രോസ്? ഈ കുരിശിൽ കാണുന്നത് എന്താണ്? കമ്പാഷൻ ഓഫ് ക്രൈസ്റ്റ്. കുരിശിൽ കമ്പാഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. 7 തലങ്ങളിലാണ്. മുറിവേറ്റവരോട്, അവിടെ കിടക്കുന്ന മുറിവേറ്റവരല്ലേ, കള്ളന്മാർ 2 പേരും മുറിവേറ്റവരാണ്. മഗ്ദലന മറിയം, സമറിയാക്കാരി, പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, സക്കയൂസ്, ഇവരെല്ലാം മുറിവേറ്റവരാണ്. മുറിവേറ്റവരോട് വലിയ സ്നേഹമാണ് കർത്താവിന്. അപ്പം മുറിവേറ്റ് കിടക്കുന്ന കർത്താവ് നമുക്ക് നൽകുന്ന, മക്കളെ എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ മുറിവുകൾ തിരുമുറിവാക്കി മാറ്റണം എന്നതാണ് കർത്താവിൻ്റെ സന്ദേശം. മുറിവുകൾ തിരുമുറിവുകളാക്കിയിട്ട് മാറണം. അതാണ് പിതാവെ അവരോട് ക്ഷമിക്കണമേ. ലൂക്ക 23:34 കേട്ടിട്ട് കള്ളൻ പോലും മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ്. ഫോൾട്ടൻ ജേഷിയും പിതാവ് പറഞ്ഞു, കള്ളൻ കട്ട് സ്വർഗരാജ്യവും കാട്ടുവന്നു. എ ബ്യൂട്ടിഫുൾ സെൻറ്റൻസ്. അപ്പോൾ മുറിവേറ്റവരോട്. ഇനി അടുത്ത കരയുന്നവരോട്. സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ വാചകം എന്താണ്? ഹി വെപ്റ്റ്. എവിടെയാണ് കരഞ്ഞത്? ലാസറിൻ്റെ വീട്ടിൽ മറിയത്തോടൊപ്പം മാർത്തയോടൊപ്പം കരഞ്ഞാൽ കണ്ണീരൊപ്പം സ്നേഹമല്ലേ? മനോഹരമായ ഒന്ന് വിളിച്ചാൽ എൻ്റെ അരിയിൽ ഓടി എത്തും എന്നുള്ള, നീ തകർന്നവനാണോ മകളെ എന്നുള്ള പാട്ടൊക്കെ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ബൈബിളിൽ എത്ര പ്രാവശ്യം ഈശോ കരഞ്ഞിട്ടുണ്ട്? ഒരുപാട് പ്രാവശ്യം കരഞ്ഞു കാണും. പക്ഷെ റെക്കോർഡ് ചെയ്തേക്കുന്നത് ലാസറിൻ്റെ കുഴിമാടത്തിൽ കരഞ്ഞു, ഈശോ ഗെത്സേമനിൽ കരഞ്ഞു, ജെറൂസലേമിനെ നോക്കി കരഞ്ഞു, കുരിശിൽ കിടന്ന് കരഞ്ഞു. അപ്പോൾ നിന്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചു വച്ചിരിക്കുന്നു. കണ്ണുനീര് വെറുതെ പോകില്ല. ഹാഗാർ കരഞ്ഞപ്പോൾ മരിപ്പച്ച നൽകിയില്ലേ? വിധവ കരഞ്ഞപ്പോൾ ചോദിക്കാതെ ഉയർപ്പിച്ചു കൊടുത്തില്ലേ? അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ കണ്ണുനീര് വെറുതെ പോകില്ല. മോനിക്ക അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സെയിൻറ്റ് അംബ്രോസ് പറഞ്ഞു, നിന്റെ കണ്ണുനീരിൻ്റെ പുത്രൻ മാനസാന്തരപ്പെടും. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ജയഘോഷത്തിന് കൊയ്യും. മൂന്നാമതായി കർത്താവിന് വിശക്കുന്നവരോട് വലിയ സ്നേഹം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഭയങ്കര സ്നേഹമാണ്. ഏലിയായ്ക്ക് അപ്പം കൊടുക്കുന്നില്ലേ കാക്ക? ദാനിയേലിന് സിംഹക്കുഴിയിലെ അപ്പം കൊടുക്കുന്നില്ലേ? വിണ്ണു തുറന്ന് മന്ന കൊടുക്കുന്നില്ലേ? പുതിയ നിയമത്തിൽ 2 വട്ടം അപ്പം വർദ്ധിപ്പിച്ചില്ലേ? 5 കൊണ്ടും 7 കൊണ്ടും. ഉദിതനായി ഈശോ ഒരു അമ്മയെപ്പോലെ പ്രാതലൊരുക്കി കാത്തിരിക്കുന്നത് കാണുന്നില്ലേ? വിശക്കുന്നവർ, വെറും വിശപ്പല്ല കേട്ടോ, ശാരീരികമായ
മാനസികം, ആത്മീയം, ധാർമ്മികം, ഭൗതികം. 5 തരത്തിലുള്ള വിശപ്പ് നമുക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ള വിശപ്പിലേക്കാണ് ക്രൂശിതൻ കടന്നു വരുന്നത്. അടുത്തത് കടക്കണിയുള്ളവരോട് വലിയ സ്നേഹമാണ്. മത്തായി 18 വായിച്ചാൽ മനസ്സിലാവും. 10,000 താലന്ത് ഇളവ് ചെയ്ത് കൊടുക്കുന്ന കർത്താവ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഓർക്കണം, കുമ്പസാരക്കൂട്ടിൽ 10,000 താലന്താണ് ഇളവ് ചെയ്ത് തരുന്നത്. വീട്ടിൽ പോയിട്ട് അപ്പനും അമ്മയ്ക്കും ഭർത്താവിനും ഭാര്യയ്ക്കും അയൽവാസികൾക്കും ഒരു 100 ദിനാറ് നമ്മൾ ഇളവ് ചെയ്ത് കൊടുത്താലേ ആ ക്രൂശിതൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് അമ്മമാരോടും കുഞ്ഞുങ്ങളോടും എന്ത് അനുകമ്പയാണ്. കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട, അവരെ കൈവച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി തൊഴിലാളികളോട് മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കാരണം തച്ചൻ്റെ തഴമ്പുള്ള കർത്താവാണ്. ആ കർത്താവിന് തൊഴിലാളികളോട് ഭയങ്കര സ്നേഹമാണ്. ഇനി മാർജിനലൈസ്ഡ്, പാർശ്വവൽക്കരോ, വിധവകളോട്, വേശികളോട്, പാപികളോട് എല്ലാം വലിയ സ്നേഹമാണ്. അതാണ് കമ്പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഓൺ ദ ക്രോസ്. അടുത്തത് റിഡംഷൻ. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ, കുരിശേ നമിച്ചിടുന്നു. അത് രക്ഷയുടെ അടയാളം. നമ്മൾ ചെറിയ കുരിശിൻ്റെ അടയാളം വരക്കും, പിന്നെ വലിയ കുരിശിൻ്റെ അടയാളം വരക്കും. അതിൻ്റെ ചരിത്രം ഇന്ന് അറിഞ്ഞിരിക്കണം. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി 10ാമത്തെ ചക്രവർത്തിയാണ്. സഭയെ പീഡിപ്പിക്കുന്ന കാലഘട്ടത്തിൽ മാക്സെൻസിയൂസ് എന്ന് പറയുന്ന രാജാവുമായി യുദ്ധം ചെയ്യാൻ നേരത്ത് ഭയമാണ്. ആദ്യമായിട്ട് സത്യദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് ഒരു പ്രകാശം വൃത്താകൃതിയിൽ, അതിൻ്റെ നടക്കൊരു കുരിശ്, ഈ അടയാളത്തിൽ യുദ്ധം ചെയ്യാൻ പറഞ്ഞു. കഴുകൻ്റെ കൊടികൾ മാറ്റിയിട്ട് കുരിശ് വരച്ച കൊടികളുമായി യുദ്ധം ചെയ്തു വിജയിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എഡിക്റ്റ് ഓഫ് മിലാൻ 313 അദ്ദേഹം മതസ്വാതന്ത്ര്യം നൽകി. ഹെലന രാജ്ഞി കുരിശ് കണ്ടുപിടിച്ചതൊക്കെ നമുക്കറിയാം. അപ്പം ഇദ്ദേഹം ഉണ്ടാക്കിയ പ്രാർത്ഥനയാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ തമ്പുരാനെ എന്നുള്ള പ്രാർത്ഥന. അപ്പോൾ ഈ കുരിശിൻ്റെ ദിവസം, അത് വെള്ളിയാഴ്ച, ഇതുകൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ കർത്താവ് രക്ഷയുടെ അടയാളം. ഇനി ഒബീഡിയൻസാണ്. എന്ന് പറഞ്ഞ ഒബീഡിയൻസാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, കുരിശുമരണത്തോളം അവൻ അനുസരണയുള്ളവനായി. അപ്പം ഒബീഡിയൻസ് എന്ന് പറയുന്നത് അനുസരണം അനുഗ്രഹമാണ്. അനുസരണം അനുഗ്രഹമാണ്. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. CROS എന്ന് പറയുന്നത് അത് സാങ്ക്ടിറ്റി, വിശുദ്ധിയുടെ അടയാളമാണ്. വിശുദ്ധിയുടെ അടയാളം. എല്ലാ കൂദാശകളും ആരംഭിക്കുന്നത് മാമോദീസയ്ക്ക് നമ്മുടെ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടില്ലേ തോന്നുന്നത്. എത്ര കുരിശ് വരച്ചിട്ടാണ്. അച്ഛൻ വരക്കുന്നു, അപ്പൻ വരക്കുന്നു, അമ്മ വരക്കുന്നു, തലവട്ടപ്പൻ തലവട്ടമ്മ, പള്ളി വരുമ്പോൾ വീണ്ടും 2 വട്ടം നെഞ്ചിലും നെറ്റിയിലും വരക്കുന്നില്ലേ. ഒരു വലിയൊരു ആഘോഷമാണ് ഈ കുരിശെന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്നത് എന്താണ്? കുരിശാണ് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. അപ്പോൾ കർത്താവിനെ കുരിശിൽ തറച്ച് കൊടുത്തതിന് കർത്താവ് കൊടുത്ത വലിയൊരു കൃപയാണ്. യഹൂദന്മാർക്ക് വിറ്റ് ജീവിച്ചോടാന്ന് പറഞ്ഞ് കൊടുത്ത കാര്യമാണ് കുരിശ്. അപ്പോൾ കുരിശ് വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി സാങ്ക്വിനിറ്റി, പ്രത്യാശയാണ്. റോമാലേഖനം 5:5 ജൂബിലി ഇയറിൽ നമ്മുടെ പാപ്പ നൽകിയിരിക്കുന്ന പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. അപ്പോൾ ഈ പ്രത്യാശ നമുക്ക് എപ്പോഴും ആ കുരിശിൽ ഉണ്ടാവണം. രോഗിയായി കിടന്നിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് അറിയാം, ഇങ്ങനെ തളർന്ന് വേദനയാണ്. ആ കുരിശ് പിടിച്ച് ഞെരിഞ്ഞിരിക്കണമെന്ന് ഒരു ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ എൻ്റെ വേദന വരുമ്പോൾ ഈ കുരിശ് ഞാൻ അള്ളിപ്പിടിക്കും, അത് നുറുങ്ങിയിരിക്കണേന്ന്. ആ കുരിശാണ് അച്ഛോ എനിക്ക് ശക്തി തരുന്നതെന്ന് പറഞ്ഞത് അച്ഛൻ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഇനി കുരിശിൻ്റെ പ്രത്യേകതയെ ഒരു കൺക്ലൂഷനിലേക്ക് അച്ഛൻ വരികയാണ്. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം ഇതൊക്കെ വെള്ളിയാഴ്ച. അപ്പോൾ കുരിശിലേക്ക് കണ്ണുറപ്പിക്കണം. അവനിലേക്ക് നോക്കിയവർ പഴയ പ്രകാശിതരായി. പഴയ നിയമത്തിൽ ഷൂർ മരുഭൂമിയിൽ നമുക്കറിയാം, കൈപ്പേറിയ അനുഭവത്തിൽ തടി വെട്ടിയിടുന്നു, അത് മധുരവെള്ളമായിട്ട് മാറുന്നു. സർപ്പധ്വംസനമേറ്റ ആൾക്കാർ ആ കുരിശിലേക്ക്, ആ സർപ്പത്തിലേക്ക് നോക്കുന്നു, വടിയിൽ നാട്ടി നോക്കുന്നു, രക്ഷ പ്രാപിക്കുന്നു. അതുതന്നെയാണ് നമുക്ക് കുരിശിലും ലഭിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ കുരിശിൽ കണ്ണുറപ്പിക്കാൻ സാധിക്കണം. ഇനി ചെറുപുഷ്പം, ഇതിനെ രക്ഷണീയ മൂല്യത്തോടെ കാണണം. ചെറുപുഷ്പത്തിൻ്റെ കയ്യിൽ നിന്നൊരു പിക്ചർ വീണ് കഴിഞ്ഞപ്പോൾ അതെടുത്തിട്ട് പറഞ്ഞു, ഈശോയുടെ ഒരു തുള്ളി രക്തം നിലത്ത് വീഴാനായിട്ട് ഞാൻ അനുവദിക്കില്ല, അത് എൻ്റെ സിരകളോട് ചേർത്ത് ഞാൻ ആത്മാക്കളെ രക്ഷിക്കുമെന്ന് പറഞ്ഞ കാര്യം വളരെ മനോഹരമാണ്. മൂന്നാമതായി, ദൈവസ്നേഹത്തിൻ്റെ സന്ദർശനമായിട്ട് കാണണം. അതിന് ആദ്യമേ ഞാൻ പറഞ്ഞു, ജോസഫിൻ്റെ ചരിത്രം ഞാൻ പറഞ്ഞു, ഇനി അത് റിപ്പീറ്റ് ചെയ്യുക. റോബിൻസൺ ക്രൂസോ കപ്പലപകടത്തിൽപ്പെട്ട് ദ്വീപിൽ പെട്ടുപോയ അവൻ്റെ കൂടാരവും തത്തയും മരിച്ചു പോയപ്പോൾ എല്ലാം തീർന്നു എന്നാണ് കരുതിയത്. പക്ഷേ അവൻ്റെ കുടിൽ കത്തിയത് ഉപരിനന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അവിടെ അത് ദൈവസ്നേഹത്തിൻ്റെ സന്ദർശനമായിട്ട് മാറി. അല്ലെങ്കിൽ അവൻ ഇന്നും അവിടെ തന്നെ ആകും. നാവികർ വന്ന് അവനെ രക്ഷിച്ചില്ലേ. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ സന്ദർശനമാണ് ഈ രോഗം എന്നൊക്കെ പറയണത്. ഇനി 4, കുരിശ് വിലപ്പെട്ടതാണ്. കുരിശ് വിലപ്പെട്ടതാണ്. കുരിശ് അതാണ് വിശുദ്ധന്മാർ നൽകുന്നത്. ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക. അമ്മ ത്രേസ്യ മരിക്കാതെ സഹിക്കുക. മഗ്ദലന ഡേ പാസി
ജോണത്തൻ ക്രോസ് എല്ലാവരാലും നിരാകരിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഫ്രാൻസിസ് സേവിയർ എനിക്ക് ആത്മാക്കളെ താ, എനിക്ക് ഇനിയും കുരിശുതാ എന്ന് പറയുന്ന ആ ഒരു മനോഭാവം വിലപ്പെട്ടതാണ്. അവസാനമായി നിരാശപ്പെടരുത്. ഈ ട്രപ്പീസ് കളിക്കാരെ കണ്ടിട്ടില്ലേ? അവർ നമുക്കിവിടെ നിന്ന് ഭയങ്കര ടെൻഷനാണ്, ദൈവമേ മുകളിൽ നിന്ന് വീഴുക, പക്ഷെ അവർക്ക് ഉറപ്പാണ് താഴെ താങ്ങാനായിട്ട് ടെൻ്റ് ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് ഈ ദുഃഖ വെള്ളിയാഴ്ച തരുന്ന മനോഹരമായിട്ടുള്ള സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം. കാരണം കുരിശ് ഒരിക്കലും അത് ഒരു ശാപമല്ല, രക്ഷയാണ്. അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ആസ്പെക്റ്റും ആ കുരിശിൻ്റെ സന്ദേശം കർത്താവിൻ്റെ കരുണയുടെ അടയാളമാണ്, അനുസരണത്തിൻ്റെ അടയാളമാണ്, രക്ഷയുടെ അടയാളമാണ്, വിശുദ്ധിയുടെ അടയാളമാണ്, പ്രത്യാശയുടെ അടയാളമാണെന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ജൂബിലി ഇയറിൽ പ്രത്യാശയോടെ നമുക്ക് കുരിശും മുന്നിൽ പിടിച്ചുകൊണ്ട് പോകാം. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്, ദ വേൾഡ് ബിഹൈൻഡ് മീ, ദ ക്രോസ് ബിഫോർ മീ എന്നുള്ള മനോഹരമായിട്ടുള്ള ഗാനം മുഴങ്ങട്ടെ, മുഖരിതമാകട്ടെ. കർത്താവെ, അങ്ങയുടെ കുരിശിൻ്റെ പിന്നാലെ ഞാനിതാ വരുന്നു. ആ കുരിശിലെ സ്നേഹവും കൃപയും എന്നിലേക്ക് ഒഴുക്കണമേ. ആമേൻ.